നമസ്കാരം. എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണൂർ മട്ടന്നൂരാണ് സ്വദേശം. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് 5 വർഷം കംപ്ലീറ്റ് ചെയ്ത് ടാറ്റ സഫാരി. അതോടൊപ്പം തന്നെ 1,07,500 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി എത്തിയിട്ടുണ്ട് ഓടിയിട്ട്. അപ്പോൾ പിന്നെ ഇതിൽ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 500 കിലോമീറ്റർ താഴെ വേറെ ആരെങ്കിലും ആയിട്ട് വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ബാക്കി ഉള്ള പിന്നെ കംപ്ലീറ്റ് ഓടിച്ചത് ഞാൻ തന്നെയാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ മാസം 9-ാം തീയതി കാശ്മീരിലേക്ക് പോകേണ്ടിയിരുന്നു. ഏപ്രിൽ 9-ന് ഒരു 17 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് വണ്ടിയിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ വണ്ടിക്ക് വന്നിട്ടുള്ള ഒരു ചിലവും അതോടൊപ്പം തന്നെ വണ്ടീൻ്റെ മൈലേജും എത്രയാണെന്നുള്ള കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് 7 സീറ്റർ പിന്നെ വണ്ടിയാണ്, 2000 cc ഉള്ള പിന്നെ വണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും മൈലേജിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്ക് സംശയമുണ്ട്. എന്നെ പേഴ്സണലായിട്ട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഞാൻ ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7,103 കിലോമീറ്ററാണ് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് എനിക്ക് ആയ കിലോമീറ്റർ. അപ്പോൾ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഡീസൽ അടിക്കുന്ന സമയത്ത് തോന്നിയ പോലെയുള്ള പമ്പ് കയറിയിട്ട് അങ്ങ് അടിക്കാറില്ല. മാക്സിമം ഞാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജിയോ അല്ലെങ്കിൽ നയര, ഈ ഒരു പമ്പിൽ നിന്നാണ് പൊതുവേ ഞാൻ എണ്ണ അടിക്കാറ്, ഡീസൽ അടിക്കാറ്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില ഹൈവേകളിൽ ഇങ്ങനെയുള്ള പമ്പുകൾ കിട്ടാത്തൊരവസ്ഥ വരുന്ന സമയത്ത് മാത്രമാണ് വേറൊരു എണ്ണയെ പറ്റിയിട്ട് നമ്മൾ അതിനെ ആലോചിക്കാറുള്ളൂ. കാരണം ലോങ്ങിൽ പോകുന്ന സമയത്ത് നമുക്ക് അത് തന്നെ മുറുക്കെ പിടിച്ച് കഴിഞ്ഞാൽ നടന്നോളണമെന്നില്ല. അപ്പോൾ പിന്നെ മാക്സിമം ഞാൻ അടിച്ചത്, അതായത് പിന്നെ അടിച്ചതിലൊരു 85% അടിച്ചത് ഈ ഒരു രീതിയിലുള്ള എണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എണ്ണയിൽ ഓരോ സംസ്ഥാനത്തും എന്താണത് ഓരോ വിലയാണ്. അപ്പോൾ പിന്നെ കേരളത്തിലുള്ള വിലയല്ല കർണാടകത്തിൽ വില കുറവുണ്ട്. അതുപോലെ തന്നെ പിന്നെ മഹാരാഷ്ട്രയിൽ വില കൂടുതലുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളും കൂടുന്ന സമയത്ത് നമുക്കൊരു ആവറേജ് നമ്മുടെ ഡീസലിൻ്റെ പൈസ വരുന്നത് ഒരു 90 രൂപ 40 പൈസ എന്നുള്ള രീതിയിലാണ് ഒരു ലിറ്ററിന് ഡീസലിന് വരുന്നത്. കാരണം ഞാനത് എനിക്ക് ടോട്ടലായിട്ടുള്ള പിന്നെ അതിൻ്റെ എക്സ്പെൻസ് വരുന്നത് 48,027 രൂപയാണ് ഡീസലിൻ്റെ എക്സ്പെൻസ് വന്നത്. പക്ഷേ ലിറ്റർ വരുന്നത് 531 ലിറ്ററാണ്. അപ്പോൾ അത് എന്നെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു പിന്നെ 90 രൂപ 40 പൈസ എന്നുള്ള രീതിയിലൊരു എമൗണ്ടാണ് ഏകദേശം വരുന്നത്. ഏകദേശം നല്ല കറക്റ്റായില്ല. അതിൻ്റെ എല്ലാത്തിൻ്റെയും, അതായത് ഞങ്ങൾ ബില്ല് പിന്നെ പെട്രോളിൻ്റെ അടിച്ചതിൻ്റെ ബില്ല് അതോടൊപ്പം തന്നെ പൈസ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെയും ബില്ല് തുടക്കം മുതൽ അവസാനം വരെയുള്ള ബില്ല് ഞാൻ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് എഴുതിയിട്ടാണ് കൃത്യമായിട്ട് കണക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടുന്ന സമയത്ത് നമുക്ക് മൈലേജ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈലേജ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യാത്രയിൽ ഇവിടെ ശ്രീനഗറിൽ എത്തുന്നവരെ, അതായത് കാശ്മീരിൽ ഞങ്ങൾ എത്തുന്നവരെ പുറത്തെവിടെ ഞങ്ങൾ റൂം എടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരുന്ന സമയത്തും ഞങ്ങൾ എവിടെയും റൂം എടുത്തിട്ടില്ല. കാരണം വേറൊന്നല്ല, സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് റൂം എടുക്കുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അത് ഒരു അധിക ചിലവായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ രീതിയിൽ നമുക്ക് ഉറങ്ങാനുള്ള സൗകര്യത്തിലെല്ലാം ചെയ്യാൻ പറ്റും, സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറായിട്ടാണ് പോയത്. അതെന്തായാലും വിജയിച്ചു. അപ്പോൾ പിന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിലിട്ടിട്ട് AC യിലിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ടോട്ടൽ മൈലേജ് അങ്ങനെ കൂട്ടാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മൈലേജ് എത്ര കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് വണ്ടി കുറച്ച് ദൂരം സെപ്പറേറ്റ് ആയിട്ട് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് മൈലേജിന് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു ടാങ്ക് ടു ടാങ്ക് എന്ന രീതിയിൽ അങ്ങനെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതായത് രാത്രി വണ്ടിയിൽ പിന്നെ രാത്രി AC ഇട്ട് വണ്ടി പാർക്ക് ചെയ്ത് കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ഉറങ്ങാന്ന് പറഞ്ഞെങ്കിൽ ഇതേപോലെ തന്നെ നല്ല പെട്രോൾ പമ്പ്, ഈ പറയുന്ന പോലെ നൈരേൻ്റെയോ ജിയോൻ്റെയും പെട്രോൾ പമ്പ് ഏതാണെന്നുള്ളതായിരുന്നു നല്ല നോക്കിയിട്ട്. കാരണം അവിടെയുള്ള ടോയ്ലറ്റ് സൗകര്യം കുറച്ച് നല്ല നീറ്റായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് പിന്നെ അവിടെ നിന്ന് തന്നെ ഫ്രഷപ്പായിട്ടാണ് അടുത്ത ദിവസത്തെ യാത്ര നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പമ്പുകൾ നോക്കിയിട്ടാണ് പൊതുവേ ഞങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പമ്പുകാരോട് സംസാരിക്കും, ഞങ്ങളിങ്ങനെ വരുന്നതാണ്, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ 24 hour രാത്രി ഇവിടുന്ന് കിടന്നുറങ്ങുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ പമ്പുകാരും നമ്മൾ അങ്ങനെ യാതൊരുവിധ എതിർപ്പും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങളവിടെ പമ്പിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്നിട്ട് പോലും, അതായത് ഫുൾ ടൈം AC ഇട്ടിട്ട് നമ്മൾ രാത്രി പിന്നെ വണ്ടിയിൽ കിടന്നുറങ്ങിയിട്ട് പോലും നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്ന് പറഞ്ഞെങ്കിൽ 14 കിലോമീറ്ററോളം മൈലേജ് കിട്ടിയിട്ടുണ്ട്. കാരണം 16.4 കമ്പനി പറയുന്ന മൈലേജ്.
ഇതിൽ പിന്നെ നിങ്ങളിതിൻ്റെ ഡീസലെല്ലാം നിങ്ങൾക്ക് കണക്ക് കൂട്ടുന്ന സമയത്ത് മനസ്സിലാകും 13.7 എന്നുള്ള രീതിയിൽ, അതായത് ആവറേജ് പറയുന്ന സമയത്ത് ഒരു 14 കിലോമീറ്റർ മൈലേജ് നമുക്ക് ഇത് പിന്നെ ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ മൈലേജ് ഞാൻ പൊതുവേ ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് ഞാൻ മൈലേജ് ചെക്ക് ചെയ്യാറുണ്ട്. ലോങ് ട്രിപ്പ് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ എടുത്തു പറയുകയാണ്. ഞാൻ പിന്നെ ഉദയപൂരിലേക്ക് ഈ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ രാജസ്ഥാനിലെ ബിൽവാഡയിലേക്ക് ഈ വണ്ടി വാനെടുത്ത് പോയിട്ടുണ്ട്, അതുപോലെ പിന്നെ അയോധ്യ പോയിട്ടുണ്ട്, ഡൽഹി പോയിട്ടുണ്ട്, വിജയവാഡ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഹൈദരാബാദ് പോയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ട്രിപ്പല്ല കേട്ടോ, പല ട്രിപ്പായിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്, പല പ്രാവശ്യം കൊണ്ടായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ എനിക്ക് 5 വർഷം കൊണ്ട് 1,07,500 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഈ വണ്ടിക്ക് ആയത്. അപ്പോൾ അങ്ങനെ ഞാൻ ടാങ്ക് ടു ടാങ്ക് പിന്നെ മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് തുടക്കത്തിലൊരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ വരെ നമുക്ക് 19 കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നുണ്ടെങ്കിലും ഞാനൊരു 200 കിലോമീറ്റർ 250 കിലോമീറ്ററിൽ നോക്കുന്ന സമയത്താണ് മൈലേജ്. അങ്ങനെ ഞാൻ ഇത് പിന്നെ അടുത്ത നമ്മൾ പിന്നെ ടാങ്ക് പിന്നെ ഫില്ല് ചെയ്യുക. ഈ പ്രാവശ്യം ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വണ്ടിയിൽ ഇതിൻ്റെ ഏറ്റവും അവസാനം എൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്നെ ആഡ് ചെയ്യും. കാരണം നല്ല രീതിയിൽ ലഗേജ് എടുത്തിട്ടാണ് പോയത്. ഞാനും വൈഫും 2 കുട്ടികളാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഒരു 5 കിലോൻ്റെ അടുത്ത്, അതായത് 73 കിലോ 75 കിലോൻ്റെ ഇടയ്ക്കുള്ള ഒരു വെയിറ്റ് എനിക്കുണ്ട്. 2 കുട്ടികൾക്ക് ഏകദേശം 50-55 കിലോ രീതിയിലുള്ള വെയിറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ വൈഫിനും ഒരു 65 കിലോ 66 കിലോ രീതിയിലുള്ള വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും അതോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നെ നല്ല രീതിയിൽ ലഗേജ് ആയിരുന്നുണ്ടായിരുന്നത്. ലഗേജ് എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പിന്നെ ഭക്ഷണം മൊത്തം ഞങ്ങൾ വഴിക്കുന്ന ഉണ്ടാക്കി കഴിക്കരുത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, വെള്ളം, ഇങ്ങനെയുള്ളതെല്ലാം, അതായത് വെള്ളം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ പമ്പിൽ പിന്നെ RO വാട്ടർ എടുത്തിട്ട് പിന്നെ വലിയ 20 ലിറ്ററിൻ്റെ വലിയ ക്യാൻ ഉണ്ടല്ലോ അതിലും, അതോടൊപ്പം തന്നെ ചെറിയ പിന്നെ ഇതിലെല്ലാം ക്യാനിലെല്ലാം പിടിച്ച് വെച്ചിട്ട് വെള്ളവും, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞെങ്കിൽ 5 കിലോൻ്റെ പെട്രോൾ പമ്പിൽ വാങ്ങാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഗ്യാസ് സിലിണ്ടർ, അതുപോലെ തന്നെ സ്റ്റൗ, ഇത് പിന്നെ ഭക്ഷണ സാധനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾക്ക് എന്നുള്ള ഡ്രസ്സുകൾ എല്ലാം ആയിട്ട് നല്ല രീതിയിലുള്ള ലഗേജ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ ലഗേജ്, പിന്നെ ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങളിലായിട്ട് നല്ല രീതിയിലുള്ള ലഗേജ് ഉണ്ടായിരുന്നു. ഇത്രയും ഞങ്ങൾ എടുത്ത് പിന്നെ ഓടിയിട്ട് ഈ ഹൈവേയിൽ ഞങ്ങൾ ഓടുന്ന സമയത്ത്, ഹൈവേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നല്ല ഹൈവേകൾ ആയിട്ടുണ്ടല്ലോ, ഇതിനേക്കാളിലും ടോപ്പായിട്ടുള്ള നല്ല അടിപൊളി ഹൈവേകൾ നമുക്ക് എന്തുണ്ട് കേരളത്തിലേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററോളം, അതായത് 650 കിലോമീറ്ററിൽ ഞാൻ ഒറ്റൊരു ഹൈവേ തന്നെ ഞാൻ ഓടിയിട്ടുണ്ട്. അതായത് 6 ലൈൻ പിന്നെ ഹൈവേയിൽ. പിന്നെ അത് ഇവിടുന്ന് രാജസ്ഥാനിൽ തുടങ്ങിയിട്ട് പിന്നെ രാജസ്ഥാൻ മുഴുവൻ ഓടി, ഹരിയാന ഓടി, അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചാബിൽ അമൃത്സറിൻ്റെ ഒരു 20 കിലോമീറ്റർ മുമ്പാണ് ഹൈവേ തീരുന്നത്. അപ്പോൾ 754 എന്നാണ് തോന്നുന്നു ഹൈവേൻ്റെ പേര് വരുന്നത്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് ആർക്കെങ്കിലും നമുക്കൊന്ന് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ എടുത്ത് നോക്കിയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ ആ റൂട്ടിൽ ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 85 അല്ലെങ്കിൽ 90 പിന്നെ ക്രൂയിസ് സെറ്റ് ചെയ്യും. ക്രൂയിസ് സെറ്റ് ചെയ്തിട്ട് ഒരു 6ാമത്തെ ഗിയറിൽ എക്കോ മോഡിലിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള 19 കിലോമീറ്ററാണ് മൈലേജ് അതിൽ കാണിക്കുന്നെങ്കിലും നമ്മൾ ടാങ്ക് ടു ടാങ്ക് അടിക്കുന്ന സമയത്ത് എന്തുണ്ട് കൃത്യം 17 കിലോമീറ്ററിൻ്റെ മേലെ മൈലേജ് ഈ പറയുന്ന 7 സീറ്റർ പിന്നെ 2000 cc ഉള്ള വണ്ടിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യമാണ്. മൈലേജിനെ പറ്റിയിട്ട് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ ഡൽഹിക്ക് പോകുന്ന സമയത്ത് ഞാനും വൈഫും കുട്ടികളും കൂടെ, അന്ന് അത്ര വലിയ ലഗേജൊന്നും ഇല്ലായിരുന്നു, അന്ന് ഞങ്ങൾ പോകുന്ന സമയത്തും 17.8 ആ സമയത്ത് ഞങ്ങൾക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മൈലേജിൻ്റെ കാര്യത്തിൽ വണ്ടി പിന്നെ പിന്നെ ടാറ്റ സഫാരി നമുക്ക് അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാളും ഒരു പിടിയും കൂടെ മുമ്പിൽ നിൽക്കുന്ന വണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ വണ്ടി ഇത്രയും ദൂരം ഓടിച്ചത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് വണ്ടി ഓടിച്ചിട്ടൊരു ക്ഷീണം പിടിക്കുക അല്ലെങ്കിൽ ഒരു മടുപ്പ് പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അഥവാ പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ രാത്രി ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പകലൊന്നും ഉറങ്ങണം തോന്നിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ വണ്ടി സൈഡാക്കാറുണ്ട്. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഞാൻ ഉറങ്ങാറുണ്ട്. ഉറക്കം വന്നതെങ്കിൽ ലേശം പോലെ ഞാൻ പിന്നെ വണ്ടി ഓടിക്കാറില്ല. അപ്പോൾ അങ്ങനെ വണ്ടി ആ ഒരു ഇതല്ലാതെ അതല്ലെങ്കിൽ നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നത്, ഇപ്പോൾ വൈഫും കുട്ടിയോട് വരുന്നുണ്ടായിരുന്നത്, ഇവർക്ക് ആർക്കും ഇതിൽ ഇരുന്നതിന് ശേഷം, കാരണം അങ്ങനെയുണ്ടല്ലോ സാധാരണ ഒരു ദൂരെ യാത്ര ചെയ്തതിന് ശേഷം ആളുകൾക്ക് എന്തുണ്ടാവും, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾക്ക് എന്തുണ്ട് ക്ഷീണം പിടിക്കുന്നത് സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ അങ്ങനത്തെ ആളുകൾക്ക് കൂടെ
വരുന്ന ആളുകൾക്കോ അതുപോലെ പിന്നെ വണ്ടി ഓടിക്കുന്ന ആൾക്കോ യാതൊരു ക്ഷീണമില്ല എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നത് സസ്പെൻഷൻ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു കേട്ടോ മെയിനായിട്ട്. കാരണം സസ്പെൻഷൻ അപാര സസ്പെൻഷനാണ്. അതുമാത്രമല്ല സസ്പെൻഷനൊന്നും ഇതേവരെ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വരാത്ത ഒരു സസ്പെൻഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള നല്ല രീതിയിലൊരു പെർഫോമൻസ് എന്ത് ചെയ്തിട്ടുണ്ട് വണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ അടുത്ത കാര്യം പ്ലാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു നേപ്പാൾ യാത്രയും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴില്ല, എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഈ ഒരു വർഷമാകുമ്പോഴത്തേക്ക് ഒരു നേപ്പാൾ യാത്രയും കൂടെ ഈ ഒരു വാഹനം എടുത്തിട്ട് പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, വാഹനത്തിൻ്റെ നമുക്ക് ഓടിക്കുന്ന ഒരു കംഫർട്ടും നമുക്ക് ഒരു വിശ്വാസവും എല്ലാം കൂടെ ഒറ്റൊരു കാരണം കൊണ്ടാണ് ഞാൻ ആ ഒരു തീരുമാനത്തേക്ക് ഞാനും ഫാമിലിയും കൂടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ വേറൊരു കാര്യം വേണമെന്നല്ല, ഈ ടാറ്റ സഫാരിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നൊരു വണ്ടിയും കൂടി കേട്ടോ. അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ, നമസ്കാരം.